അടുത്തത് പ്ലെനാർ ഗ്രാഫാണ്. പ്ലെനാർ ഗ്രാഫ് എന്ന് അതിനകത്ത് അടുത്ത ഡെഫിനേഷനാണ് പ്ലെയിൻ ആൻഡ് പ്ലെനാർ ഗ്രാഫ്സ്. ഫസ്റ്റ്, എ പ്ലെയിൻ ഗ്രാഫ് ഈസ് എ ഗ്രാഫ് ഡ്രോൺ ഇൻ ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, ബ്ലാക്ക് ബോർഡ്, എക്സെട്ര in such a way that any pair of edges meet only at their end vertices if they meet at all. അതായത് നമ്മളൊരു പ്ലെയിനിന് ഒരു ഗ്രാഫ് വരയ്ക്കുന്നത് വിചാരിച്ചു. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ വരയ്ക്കാം? അതായത് നമ്മൾ കുറേ വെർട്ടിസസ് ഇങ്ങനെ നമ്മൾ വരച്ചിരിക്കുകയാണ്. പക്ഷേ ഇവ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും എന്ത് ചെയ്യാൻ ഇങ്ങനെ വരയ്ക്കാം. ഇതൊരു പ്ലെയിൻ ഗ്രാഫാണ്. പക്ഷെ ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ക്രോസ് ചെയ്യാൻ പാടില്ല. ആ ഒരു വരച്ച ഗ്രാഫിനകത്തുള്ള ഒരു വെർട്ടിസസും പരസ്പരം ക്രോസ് ചെയ്യാൻ പാടില്ല. പരസ്പരം ക്രോസ് ചെയ്താൽ അത് പ്ലെയിനാർ ഗ്രാഫ് ആവത്തില്ല. എ പ്ലെനാർ ഗ്രാഫ് ഈസ് എ ഗ്രാഫ് വിച്ച് ഈസ് ഐസോമോർഫിക് ടു എ പ്ലെയിൻ ഗ്രാഫ്. ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന ഗ്രാഫായിരിക്കും. അവയുടെ ഇത് വെർട്ടിസസ് പരസ്പരം എന്ത് ചെയ്യത്തില്ല? ക്രോസ് ചെയ്യത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാതെ വരയ്ക്കുന്നതിനാണ് പ്ലെനാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. G1 കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലെനാർ ഗ്രാഫ് അല്ല. ഈ G1 എന്ന് പ്ലെനാർ ഗ്രാഫ് അല്ല. കാരണം ഇവ എന്ത് ചെയ്യുന്നുണ്ട്? G1ൻ്റെ ഈ വെർട്ടിസും നമ്മൾ ജോയിൻ ചെയ്യുന്ന പോർഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഇതിനെ മാറ്റി വരയ്ക്കാൻ പറ്റും. കാരണം എന്ത് ചെയ്യുക? അതായത് ഈ സാധനം ഈ 4 വെർട്ടിസസ് നമ്മളത് വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ഒരു എഡ്ജ് നമ്മൾ വരയ്ക്കാതെ അതിനെന്ത് ചെയ്യുക? പുറത്തുനിന്ന് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതൊരു പ്ലെയിൻ ഗ്രാഫാണ്. ഇത് പ്ലെയിൻ ഗ്രാഫാണ്. കാരണം ഇവർ ഒരാൾ പോലും പരസ്പരം ക്രോസ് ചെയ്യുന്നില്ല. ഒരു എഡ്ജ് പോലും പരസ്പരം ക്രോസ് ചെയ്യുന്നില്ല. ഈ G3 എന്ന് പറയുന്നതും എന്താണ്? പ്ലെനാർ ഗ്രാഫാണ്. കാരണം ഒരു എഡ്ജ് എന്ത് ചെയ്യുന്നില്ല? ജോയിൻ ചെയ്യുന്നില്ല. ഇവിടെ ഒരു വെർട്ടിക്സ് ഉണ്ട്, നടുക്കൊരു വെർട്ടെക്സ് ഉണ്ട്. ആ വെർട്ടെക്സിലോട്ട് അത് ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അത് ക്രോസ് ചെയ്യുന്നില്ല. ഒരു എഡ്ജും പരസ്പരം ക്രോസ് ചെയ്യുന്നില്ല. അടുത്ത ഗ്രാഫ് എന്തോന്നല്ല? G4 പ്ലെനാർ അല്ല. കാരണം എന്തോന്നാണ് സംഭവിച്ചത്? ഇതിൽ ഈ എഡ്ജുകൾ തമ്മിൽ എന്തോന്നുണ്ടൊരു ക്രോസിംഗ് ഉണ്ട്. ഇവിടെയും ഒരു ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ എന്തോന്നല്ല? ഇത് പ്ലെനാർ അല്ല. ഇതെന്തോന്നാണ്? ഈ സാധനത്തിന് നമ്മൾ പ്ലെനാറാക്കി വരച്ചിരിക്കുന്നതാണിത്. കാരണം ഈ G4 എന്ന് പറയുന്നത് ഈ G4നെ മാറ്റി ഈ G5 ഇതൊരു ഗ്രാഫിനെ നമുക്ക് പ്ലെനാറാക്കി മാറ്റാൻ പറ്റും. മനസ്സിലായല്ലോ? ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ ഓരോ വെർട്ടിസസ് എന്നുള്ളതുപോലെ വരച്ചു. എന്നിട്ട് ഒരു പ്രാവശ്യം വരച്ച് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ വേറെ രീതിയിൽ വരച്ച് ആ പ്ലെയിനിൽ തന്നെ വരയ്ക്കണം. പക്ഷേ ഇത് വേറെ രീതിയിൽ വരച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് പ്ലെയിനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ G4നെ പ്ലെനാർ ഗ്രാഫാക്കി മാറ്റിയതാണ് ഈ ഗ്രാഫ്. ഈ G1നെ പ്ലെനാർ ഗ്രാഫാക്കി മാറ്റിയതാണ് ഈ G2 എന്നുള്ള ഗ്രാഫ്. ഈ G3 എന്ന് പറയുന്നത് ആൾസോ പ്ലെനാർ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ പ്ലെനാർ ഗ്രാഫ് എന്ന് വെച്ചാൽ അവയുടെ പരസ്പരം എഡ്ജസ് എന്ത് ചെയ്യത്തില്ല? പരസ്പരം ക്രോസ് ചെയ്യത്തില്ല. അതാണ് പ്ലെനാർ ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ. ഇതിൻ്റെ എക്സാമ്പിൾ വരയ്ക്കണം. പ്ലെനാർ ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ എഴുതണം. അതിൻ്റെ എക്സാമ്പിൾ വരയ്ക്കണം. കാരണം G1 പ്ലെനാർ അല്ല എന്ന് കാണിച്ചിട്ട് G1 പ്ലെനാറിലോട്ട് മാറ്റണം. പിന്നെ G3 പ്ലെനാറാണ്. പിന്നെ G4 പ്ലെനാർ അല്ല, അതിന് പ്ലെനാറിലോട്ട് ആക്കുന്നതും വരയ്ക്കണം. ഇവയെല്ലാം പ്ലെനാറാണ്. ഒരു പ്ലെയിനിൽ വരയ്ക്കുന്ന ഗ്രാഫുകളാണ്. പക്ഷേ ഈ പ്ലെനാർ ഗ്രാഫ് ആവണമെങ്കിൽ ആണ് എന്തോന്ന് ചെയ്യേണ്ടത്? അത് ക്രോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം പ്ലെനാറാണ്. പക്ഷേ അതൊന്നുമല്ല. പ്ലെനാർ ഗ്രാഫ്സ് ആവണമെങ്കിൽ എന്താവണം? ആ പരസ്പരം എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യാൻ പാടില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് all 5 graphs are planar but G1 and G4 are not പ്ലെയിൻ ഗ്രാഫ്സ്. അപ്പോൾ ഇതൊക്കെ പ്ലെനാർ ഗ്രാഫുകളാണ്. പക്ഷേ പ്ലെയിൻ ഗ്രാഫുകളല്ല. പ്ലെയിൻ ഗ്രാഫുകളാണെങ്കിൽ എന്ത് ചെയ്യരുത്? എഡ്ജസ് ക്രോസ് ചെയ്യാൻ പാടില്ല. പ്ലെനാർ ഗ്രാഫ് എന്ന് വെച്ചാൽ ഒരു പ്ലെയിനിൽ വരയ്ക്കുന്ന ഗ്രാഫുകളാണ് പ്ലെനാർ ഗ്രാഫുകൾ. ഇനി അടുത്ത് ജോർദാൻ കർവ് എന്താണ്? A Jordan curve in the plane is continuous non-self-intersecting curve whose origin and terminus coincide. അപ്പോൾ ഈ ജോർദാൻ കർവ് ഒരു പ്ലെയിൻ കർവാണ്. കാരണം അതിൻ്റെ ബാക്കിയുള്ള ഒരു വെർട്ടിസസ് എന്ത് ചെയ്യത്തില്ല? അതിൽ ബാക്കിയുള്ള ഒരു എഡ്ജും അത് കോയിൻസൈഡ് ചെയ്യത്തില്ല. പക്ഷേ ലാസ്റ്റ് വെർട്ടെക്സും ഫസ്റ്റ് വെർട്ടെക്സും മാത്രം, അതായത് ഒറിജിനും ടെർമിനസും മാത്രം കോയിൻസൈഡ് ചെയ്യുന്ന കർവിനെയാണ് ജോർദാൻ കർവ് എന്ന് പറയുന്നത്. അതൊരു സൈക്കിൾ പോലെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഒരു സംഭവം എന്ത് ചെയ്യത്തില്ല? ബാക്കി ഒരു എഡ്ജും എന്ത് ചെയ്യത്തില്ല? അത് ക്രോസ് ചെയ്യത്തില്ല. ലാസ്റ്റും ഫസ്റ്റും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കോയിൻസൈഡ് ചെയ്യത്തുള്ളൂ. ഇതിനാണ് ജോർദാൻ കർവ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇത് ജോർദാൻ കർവാണോ? ജോർദാൻ കർവ് അല്ല. കാരണം ഇതിൻ്റെ ലാസ്റ്റും ഫസ്റ്റും നമ്മൾ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ വേറൊരു പോയിൻ്റ്, അതല്ലാതെ വേറൊരു പോയിൻറ്റിൽ ഇത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നല്ലത് ജോർദാൻ കർവല്ല. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് ജോർദാൻ കർവാണോ? അല്ല. കാരണം ഈ ഒറിജിനും ടെർമിനസും കോയിൻസൈഡ് ചെയ്യുന്നില്ല. കോയിൻസൈഡ് ചെയ്യാത്തതുകൊണ്ട് ഈ C2 എന്തോന്നല്ല? ജോർദാൻ കർവല്ല. ഇതാണെങ്കിലോ C8 ഒരു ജോർദാൻ കർവാണ്. ഇതിൽ ഏത് വേണം നമുക്ക് ടെർമിനസും ഒറിജിനായിട്ട് എടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറെ ഒരിടത്തും ക്രോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു ജോർദാൻ കർവാണ്. ഇതും ജോർദാൻ കർവല്ല, ഇത് ജോർദാൻ കർവല്ല. ഇത് ജോർദാൻ കർവാണ്. അപ്പോൾ ജോർദാൻ കർവ് എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് നോൺ സെൽഫ് ഇൻ്റർസെക്റ്റിംഗ്
കർവാണ്. അതിൻ്റെ ഒറിജിനും ടെർമിനസും കോയിൻസൈഡ് ചെയ്യും. ബാക്കി ഒരു പോയിൻറ്റും എന്ത് ചെയ്യത്തില്ല, കോയിൻസൈഡ് ചെയ്യത്തില്ല. ഇതാണ് ജോർദാൻ കർവ്. അപ്പോൾ ജോർദാൻ കർവ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ കർവാണ്. കാരണം പ്ലെയിൻ ആണ്, എന്നുവെച്ചാൽ ഒരു പ്ലെയിനിൽ വരയ്ക്കുക, പ്ലെയിനാർ കർവാണ്, പ്ലെയിനാർ ഗ്രാഫാണ്, പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റും. കൂടാതെ ഒരു പോയിൻറ്റും രണ്ട് ടെർമിനസും ഒറിജിനും മാത്രമേ അതിൽ കോയിൻസൈഡ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് ഉള്ളത് ഒരു ഡെഫിനിഷനാണ്. ഇഫ് J is a Jordan curve in the plane, then the part of the plane enclosed by J is called the interior of J and denoted by int J. We exclude from int J the points actually lie on J. Similarly, the part of the plane lying outside is called exterior J and is denoted by ext J. അപ്പോൾ നമുക്കിവിടെ ഇത് ഈ ക്വസ്റ്റൻ നമുക്ക് എടുക്കാം. ഈ ഒരു എക്സാമ്പിളിൽ, ഈ C8 എന്ന് പറഞ്ഞ എക്സാമ്പിളിൽ, C3 എന്ന് പറഞ്ഞ എക്സാമ്പിളിൽ, ഈ എക്സാമ്പിളിൽ ഇതിനകത്ത്, അതായത് ഇതാണ് നമ്മുടെ ജോർദാൻ കർവ്. ഈ ഒരു നമുക്കറിയാം, എൻ്റെ കോണ്ടൂറൊക്കെ പഠിച്ചതുപോലത്തെ ഒരു കർവാണ് DC. ഈ കർവിൻ്റെ ഈ അകത്തെ പോർഷൻസിനെ എന്ത് പറയും? ഇൻറ്റ് J. എന്നുവെച്ചാൽ ജോർദാൻ കർവിനെ J എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനകത്തുള്ള പോർഷൻസിന് നമ്മൾ എന്ത് പറയും? ഇൻറ്റ് J എന്ന് പറയും. എന്ത് പറയും? ഇൻറ്റ് J എന്ന് പറയും. ഇനി പുറത്തുള്ള പോർഷൻസ് നമ്മൾ പറയും എക്സ്റ്റീരിയർ, അതായത് എക്സ്റ്റ് J എന്ന് പറയും. ഇനി ആ ലൈൻ, ഈ ലൈൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയും? ഓൺ J, അതായത് ലൈൻ ഓൺ ദ പോയിൻറ്റ്സ് ഓൺ J എന്ന് പറയും. ഇത് ഇൻറ്റീരിയർ, മറ്റേത് എക്സ്റ്റീരിയർ, പിന്നെ ഇത് ഓൺ. നമ്മൾ കോണ്ടൂർ പഠിച്ചപ്പോൾ ഉള്ള അതേ സംഭവം തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇതാണ് ജോർദാൻ കർവിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇത്രയാണ് എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, പിന്നെ ഓൺ J. ഇനി അടുത്തതാണ് ടിംബോൻ്റെ തിയറമാണ് ദ ജോർദാൻ കർവ് തിയറം. ജോർദാൻ കർവ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് J ഈസ് എ ജോർദാൻ കർവ്. അപ്പോൾ ജോർദാൻ കർവ് ആകുമ്പോൾ എന്താണ്? ജോർദാൻ കർവ് ആകുമ്പോൾ അതിൻ്റെ ഒറിജിനും ടെർമിനസും കോയിൻസൈഡ് ചെയ്യും. വേറെ ഒരു കർവിൻ്റെ വേറെ ഒരു പോർഷൻ എന്ത് ചെയ്യത്തില്ല, പരസ്പരം കോയിൻസൈഡ് ചെയ്യത്തില്ല. അപ്പോൾ ദ ജോർദാൻ കർവ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് J ഈസ് എ ജോർദാൻ കർവ്, ഇഫ് X ഈസ് എ പോയിൻറ്റ് ഇൻറ്റീരിയർ J, അതായത് X എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? ഒരു ജോർദാൻ കർവ് എടുത്താൽ X എന്ന് പറയുന്നത് ഇവിടെയുള്ളതാണ്, ഇതിനകത്തുള്ളതാണ്, ഇൻറ്റീരിയർ J, അതായത് Jൻ്റെ അകത്തുള്ളതാണ്. ആൻഡ് Y ഈസ് എ പോയിൻറ്റ് എക്സ്റ്റീരിയർ J, Y എന്ന് പറയുന്ന പോയിൻറ്റ് ഇൻറ്റീരിയറിൻ്റെ പുറത്തുള്ള, അതായത് ജോർദാൻ കർവിൻ്റെ പുറത്തുള്ളതാണ്. ദെൻ എനി സ്ട്രെയിറ്റ് ഓർ കർവ്ഡ് ലൈൻ ജോയിനിങ് X to Y മസ്റ്റ് മീറ്റ് J അറ്റ് സം പോയിൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിലോട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. അത് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാം? വാല പോലെ എങ്ങനെയൊക്കെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വരച്ചാലും അതിലേതെങ്കിലും ഒരു പോയിൻറ്റ് എന്ത് ചെയ്യണം? അതായത് ഈ X to Yയിലോട്ട് വരയ്ക്കുന്ന ഏതെങ്കിലും ഒരു ലൈനിൽ, ആ ലൈനിൽ നമ്മുടെ ഈ ഓൺ Jയിൽ അത് ടച്ച് ചെയ്തിരിക്കും. അതാണ് ജോർദാൻ കർവ്. അതല്ലെങ്കിൽ ഏത് പൊട്ടനെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ജോർദാൻ കർവ് തിയറം എന്ന് വെച്ചാൽ J എന്ന് പറഞ്ഞൊരു കർവാണ്. Jയുടെ ഇൻസൈഡിലൊരു പോയിൻ്റ് ഉണ്ട്, ഔട്ട് സൈഡിലൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവ രണ്ടും തമ്മിൽ എന്ത് ചെയ്യാം? നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു കർവ് ലൈക്കായിട്ടുള്ളൊരു സംഭവം എടുക്കാം. അത് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് X to Yയിലോട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ പോയിൻ്റ്, അതായത് ഏതോ ഒരു പോയിൻ്റ് അതെവിടെ ടച്ച് ചെയ്യും? ആ ഓൺ ദി സർക്കിൾ, അല്ലേ? ഓൺ ദ സർക്കിൾ അല്ല, ഓൺ ദ കർവിനകത്ത് ടച്ച് ചെയ്യും എന്നാണ് നമ്മുടെ ജോർദാൻ പറഞ്ഞത്. ഇത് ദിസ് തിയറം ഈസ് ഇൻറ്റ്യൂട്ടീവ്ലി ഒബ്വിയസ് ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു പ്രൂവ് ആണ് കേട്ടോ. ഭയങ്കര പാടാണെന്ന് പ്രൂവ്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട. നമുക്കിതിൻ്റെ ഈ തിയറത്തിൻ്റെ വേറൊരു വേർഷനാണ്. ഇഫ് X1 X2 ആർ എനി 2 പോയിൻറ്റ്സ് ഇൻ ഇൻറ്റീരിയർ J, അതായത് പാരത്തിന് രണ്ടെണ്ണം എടുക്കുകയാണ്, 2 പോയിൻറ്റ്സ് X1 X2 എടുക്കുകയാണ്. ദെൻ വി ക്യാൻ ഫൈൻഡ് എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് X1 X2 വിച്ച് ലൈസ് എൻറ്റയർലി വിത്തിൻ. അത് നമുക്കറിയാമല്ലോ എങ്ങനെയാണ്. ഇതിൽ നിന്നൊരു പോയിൻറ്റ് X1 എടുത്തു, ഇതിനകത്ത് വേറൊരു പോയിൻറ്റ് X2 എടുത്തു. ഇവ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ലൈൻ അല്ലെങ്കിൽ കർവ് എന്തായിരുന്നാലും ഇതിനകത്ത് കാണത്തുള്ളൂ, ഈ ഇൻറ്റീരിയർ Jനകത്ത് കാണത്തുള്ളൂ. മനസ്സിലായല്ലോ? ശരി. അപ്പോൾ നെക്സ്റ്റ് തിയറമാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ നോക്കേണ്ടത് ജോർദാൻ കർവ് നോക്കണം. എന്താണ് പ്ലെനാർ ഗ്രാഫ്, പ്ലെയിൻ ഗ്രാഫ്. പ്ലെയിൻ ഗ്രാഫ് എന്ന് വെച്ചാൽ, പ്ലെനാർ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന ഗ്രാഫാണ് പ്ലെയിൻ ഗ്രാഫ്. പ്ലെനാർ ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്കും പരസ്പരം ക്രോസ് ചെയ്യത്തില്ല, അത് നമ്മളതിനെ മാറ്റി വരയ്ക്കാൻ പഠിച്ചു. ഇത് ജോർദാൻ കർവ് എന്ന് പറയുന്നത് ബാക്കി ഒരു പോയിൻറ്റിലും അത് കോയിൻസൈഡ് ചെയ്യത്തില്ല, പക്ഷേ ടെർമിനസും ഒറിജിനും മാത്രം അത് കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ജോർദാൻ കർവ്. നമ്മൾ അടുത്ത് പറഞ്ഞു ജോർദാൻ കർവിനകത്ത് അതിനകത്തുള്ള പോർഷൻസിന് നമ്മൾ എന്താ പറയും? ഇൻറ്റ് J എന്നും
പുറത്തുള്ള പോർഷൻ നമ്മൾ എക്സ്റ്റ് ചെയ്യുന്നും പിന്നെ ആ കർവിനെ നമ്മൾ എന്ത് പറയും, ഓൺ ചെയ്യുന്നും പറയും. അപ്പോൾ നമ്മൾ അടുത്ത് വേറൊരു സാധനം പഠിച്ചു. ജോർദാൻ കർവ് തിയറം എന്താണ് പറയുന്നത്, ഇൻറ്റീരിയറിൽ ഒരു പോയിൻ്റ് ഉണ്ട്, എക്സ്റ്റീരിയറിൽ ഒരു പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ തമ്മിൽ ഒരു കർവ് ലൈക്ക് സ്ട്രക്ചർ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതൊരു മീറ്റ് ചെയ്യില്ല ഒരു പോയിൻ്റ്. ആ ജെ എന്നുള്ള കർവിലൊരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അവിടെ എന്തായാലും മീറ്റ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ആണ് ജോർദാൻ കർവ് തിയറം. ഇതൊക്കെ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. ജോർദാൻ കർവ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. പക്ഷേ നമുക്ക് നെക്സ്റ്റ് തിരിക്കുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. K5 മീൻസ് കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 5 വെർട്ടിസസ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 5 വെർട്ടിസസ് ഈസ് നോൺ പ്ലെനാർ. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വര ക്രോസ് ചെയ്യാതെ വരയ്ക്കാൻ പറ്റില്ല. അതായത് നമുക്കങ്ങനെ പ്ലെനാർ ഗ്രാഫാക്കി വരയ്ക്കാൻ കഴിയത്തില്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്ലെനാർ ഗ്രാഫായിട്ട് വരയ്ക്കാൻ കഴിയത്തില്ല. അതായത് നമുക്ക് പരസ്പരം എഡ്ജസ് ഒന്നും ചെയ്യാതെ, എഡ്ജസ് ക്രോസ് ചെയ്യാതെ അതിനെ വരയ്ക്കാൻ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ചുമ്മാ നമ്മുടെ ഈ ഗ്രാഫിനെ, ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഗ്രാഫ് K5 ഇതാണ്. നമുക്ക് ഈ ഗ്രാഫിനെ വരയ്ക്കുമ്പോഴത്തേക്കും 5 വെർട്ടിസസ് എടുത്ത് ഞാൻ 1 2 4 5 ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇത് 5 എണ്ണമായി. ഇനി ഇത് ആരമാറ്റൊക്കെ ബന്ധമുണ്ട്, ഇതിനുമുണ്ട്. നമുക്ക് ഇതുമായിട്ട് ബന്ധം വയ്ക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, ഇതിനെ ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ ആരും ക്രോസ് ചെയ്തിട്ടില്ല ഇവരായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ വെച്ച് നോക്കാം. അപ്പോൾ ഇതുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധമുണ്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൊണ്ടുപോകാം. ഓക്കെ, ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്നു. ഇതിനെ പോകേണ്ട കാര്യമില്ലല്ലേ. ഞാനപ്പോൾ എന്ത് ചെയ്തു, ഈ 2 സാധനം, അതായത് ഇതിന് ഈ നമുക്കൊരു കാര്യം ഇതിൻ്റെ പേരും കൂടെ കൊടുക്കും. ABCDE. ഓക്കെ, ഞാനപ്പോൾ ഇതിനെല്ലാം കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിന് കംപ്ലീറ്റ് ഗ്രാഫാണ്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ വെർട്ടിസസിനും ജോയിൻ ചെയ്യണം. അപ്പോൾ A എന്ന് പറഞ്ഞ വെർട്ടെക്സ് ബിയുമായിട്ട് റിലേഷനുണ്ട്, A എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഇയുമായിട്ട് റിലേഷനുണ്ട്, A എന്ന് പറഞ്ഞ വെർട്ടെക്സിന് സിയുമായിട്ട് റിലേഷൻ വരച്ചു. ഇനി A എന്ന് പറഞ്ഞ വെർട്ടെക്സിന് ഏതുമായിട്ട് റിലേഷൻ വരയ്ക്കണം, ഡിയുമായിട്ട് റിലേഷൻ നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് 3 ആയി. നെക്സ്റ്റ് ബിന് എല്ലാവരുമായിട്ട് റിലേഷൻ ഉണ്ടല്ലോ, എയുമായിട്ടുണ്ട്, സിയുമായിട്ടുണ്ട്, ഡിയുമായിട്ടുണ്ട്, ഇയുമായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് സിനെ വരയ്ക്കണം. സിന് ആരുമായിട്ടാണ് റിലേഷൻ വരയ്ക്കേണ്ടത്, ആരുമായിട്ടാണ്, ഇയുമായിട്ട് വരയ്ക്കണം. കണ്ടോ, ഇവിടെ എന്ന് വരച്ചാൽ നമ്മൾ എങ്ങനെയൊക്കെ പോയാലും എന്ത് പറ്റും, ഇവിടെ ഒരു ക്രോസിങ് വരുന്നുണ്ട്. മനസ്സിലായോ, ഒരു ക്രോസിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളിനി എങ്ങനെയൊക്കെ ഈ K5 വരയ്ക്കാൻ നോക്കിയാലും എവിടെയെങ്കിലും ഒരു ക്രോസിങ്. ഇവിടെ കണ്ടോ, ഞാൻ സിനെ ഇയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഈ ലൈനിൽ എന്ത് ചെയ്തു, ഒരു ക്രോസിങ് വന്നു, ഒരു മീറ്റിംഗ് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ഈ K5 എന്ന് പറഞ്ഞ ഗ്രാഫിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് പ്ലെനാർ ഗ്രാഫാക്കി മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് നമുക്കത് പ്രൂവ് ചെയ്യണം. K5 എന്തോന്നല്ലാതെ പ്രൂവ് ചെയ്യണം, പ്ലെനാർ അല്ലാന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, K5 വരയ്ക്കുക. നമ്മളത് ചുമ്മാ വരച്ച് നോക്കി. ഓക്കെ, നമുക്ക് നോക്കാം. വി അസ്യൂം ദാറ്റ് K5 ഈസ് പ്ലെനാർ. നമ്മൾ എന്ത് ചെയ്യും, കോൺട്രഡിക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിചാരിക്കുകയാണ്. എന്ത് അസ്യൂം ചെയ്യും, K5 പ്ലെനാർ എന്ന് അസ്യൂം ചെയ്യും. ആൻഡ് ഡിറൈവ് എ കോൺട്രഡിക്ഷൻ ഫ്രം ദിസ് അസംപ്ഷൻ. നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടൊരു കോൺട്രഡിക്ഷൻ നമ്മൾ എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, K5 എന്നുള്ളത് പ്ലെനാറാണ്. ലെറ്റ് G be a പ്ലെയിൻ ഗ്രാഫ് കറസ്പോണ്ടിങ് ടു K5. അപ്പോൾ നമുക്കറിയാം ഈ K5നെ ഒരു ഗ്രാഫാക്കി മാറ്റാൻ പറ്റും, അതായത് പ്ലെനാർ ഗ്രാഫാക്കി മാറ്റാൻ പറ്റും. ഈ കിട്ടിയ പുതിയ ഗ്രാഫിന് ഞാൻ എന്തെടുത്തു, G എന്നെടുത്തു. ഇത് K5 എന്ന് പറയുന്നത് പ്ലെനാർ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ K5നെ പ്ലെനാർ ഗ്രാഫാക്കി മാറ്റാൻ പറ്റും. ആ കിട്ടിയ പുതിയ ഗ്രാഫിന് ഞാൻ എന്ത് കൊടുത്തു, G എന്ന് കൊടുത്തു. ഓക്കെ, ശരി. നമ്മുടെ ഈ K5 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫാണ് അല്ലേ. അപ്പോൾ K5 ആൻഡ് ഡിനോട്ട് അതിനടുത്ത് പ്ലെയിൻ ഗ്രാഫ് ദാറ്റ് G be a പ്ലെയിൻ ഗ്രാഫ് കറസ്പോണ്ടിങ് ടു K5 ആൻഡ് ഡിനോട്ട് ദി വെർട്ടിസസ് ഓഫ് G. അപ്പോൾ ഈ Gനകത്തുള്ള വെർട്ടിസസ് എവിടെയുള്ളതാണ്, ഇതിനകത്തുള്ള അതേ വെർട്ടിസസ് ആണ് എവിടെയുള്ളത്, Gനകത്തുള്ളത്. V1 V2 V3 V4 V5 വരെ. ഇതിനും V1 V2 V3 V4 V5 വരെ ഉണ്ട്. ഇതിന് നമ്മൾ എന്ത് പുതിയ കിട്ടിയ ഗ്രാഫിന് എന്തുണ്ട്, V1 V2 V3 V4 V5 വരെ ഗ്രാഫുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ഈ ഗ്രാഫിൽ വരച്ച് വെച്ചിരിക്കുന്നത്. V1 V2 V3 V1 V2 V3 V4 വരെ വരച്ചിട്ടുള്ളൂ. ശരി. സിൻസ് G ഈസ് കംപ്ലീറ്റ് അല്ലേ, K5 കംപ്ലീറ്റ് ആയതുകൊണ്ട് G എന്ത് തന്നെ ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. K5 കംപ്ലീറ്റ് ആയതുകൊണ്ട് അതിനെ മാറ്റി എഴുതിയ ഗ്രാഫാണ് G എന്ന് പറയുന്നത്. അപ്പോൾ G എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും. എനി പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് ആർ ജോയിൻഡ് ബൈ ആൻ എഡ്ജ്. അതായത്
ഈ V1 V2 V3 V4 V5 എല്ലാ എഡ്ജസുകളും പരസ്പരം എന്ത് ചെയ്തിരിക്കും, ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്തിരിക്കും കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ. ലെറ്റ് സി ബി ദി സൈക്കിൾ V1 V2 V3 V1. നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതൊരു പുതിയ ഗ്രാഫാണ്, ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് അറിയത്തില്ല ഈ G എന്ന് പറഞ്ഞ ഗ്രാഫ് ഉണ്ടെന്നാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇതിനെ ഈ കംപ്ലീറ്റ് ഗ്രാഫിനെ പ്ലെനാറാക്കി മാറ്റി വരച്ച് വെച്ചിരിക്കുന്ന ഗ്രാഫാണ് G. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം K5 കംപ്ലീറ്റ് ആയതുകൊണ്ട് G എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സൈക്കിൾ എടുക്കണം. കാരണം എല്ലാവർക്കും എല്ലാ വെർട്ടിസസുമായിട്ടും പരസ്പരം എഡ്ജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സുഖമായിട്ട് ഇവിടെ നിന്നൊരു എന്തോന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. K5 എന്നൊരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ എടുത്തത് V1 V2 V3 V1 V1 V2 V3 V1 ഈ ഒരു കുഞ്ഞ് സൈക്കിളാണ് ഞാൻ എടുത്തത്. ഏതൊക്കെയാണ് V1 V2 V3 V1 ഈ ഒരു സൈക്കിൾ. ഇതിനകത്തുള്ള ആൾക്കാരൊന്നുമില്ല, അപ്പോൾ ഞാനിവിടെ മാറ്റി വരയ്ക്കാം. ഞാൻ എന്ത് ചെയ്തു, ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്തു. ഒരു പോയിൻ്റ് V1, ഒരു പോയിൻ്റ് V2, ഒരു പോയിൻ്റ് V3. ഇതാണ് നമ്മുടെ സൈക്കിൾ. ഈ സൈക്കിൾ ഞാൻ എടുത്തു, കൺസിഡർ ചെയ്തു. അപ്പോൾ C be the cycle V1 V2 V3 V1 in G. Then C forms a Jordan curve. ഇപ്പോൾ ഇതെന്തോന്നായിട്ട് മാറി, ജോർദാൻ കർവാണ്. കാരണം V1 V2 V3 ഇതിൻ്റെ സൈക്കിളാണ്, വേറൊരിടത്തും ഒരു ജോയിൻറ്റ് സംഭവിക്കുന്നില്ല. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ജോർദാൻ കർവായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ജോർദാൻ കർവാണെന്ന് എടുക്കാം. സിൻസ് V4 does not lie C must either line in interior or exterior C. അപ്പോൾ നോക്കി അടുത്ത് നമുക്ക് പറയാം. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു V1 V2 V3 നമുക്കൊരു സൈക്കിൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, അപ്പോൾ ഞാൻ മനസ്സിലായി എന്തുവാണെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഈ ഗ്രാഫ് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഒരു പ്ലെനാർ ഗ്രാഫാണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കോൺട്രഡിക്ഷൻ എടുത്തിരിക്കുന്നത് ഈ K5 പ്ലെനാറാണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു G ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ആ Gയും എന്തുവാണ്, കംപ്ലീറ്റ് ആയിരിക്കും. കാരണം എല്ലാ വെർട്ടിസസുമായിട്ടും എല്ലാ വെർട്ടിസസിനും ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഈ വെർട്ടിസസും മറ്റ് വെർട്ടിസസുമായിട്ട് പരസ്പരം ബന്ധമുള്ളതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഗ്രാഫ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇതും കംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നിന്നൊരു സൈക്കിൾ എടുത്തു, ചെറിയൊരു സൈക്കിൾ എടുത്തു. V1 V2 V3 V1 എന്നുള്ള ചെറിയൊരു സൈക്കിൾ എടുത്തു. ഇനി നമ്മളടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് ഇതൊരു ജോർദാൻ കർവാണ്. V1 V2 V3 V4 എന്ന് പറഞ്ഞ ഈ V1 V2 V3 V1 എന്ന് പറഞ്ഞ ഈ സൈക്കിൾ ഒരു ജോർദാൻ കർവാണ്. കാരണം വേറെ ആരും അതിനകത്തില്ല നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. ജോർദാൻ കർവാണ് ഇൻ ദ പ്ലെയിൻ. സിൻസ് V4 does not lie on C, it must either lie in int C or in ext C. കാരണം നമ്മുടെ ഇനി അടുത്ത് നമുക്കുള്ളതിനാണ് V4 ഉണ്ട്, V5 ഉണ്ട്. ഇനി രണ്ടാൾക്കാരുണ്ട്, V4ഉം V5ഉം. ചിലപ്പോൾ V4 ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും. എന്തായിരുന്നാലും ഈ V1 അല്ലേ, ഇത് കംപ്ലീറ്റ് ആണല്ലോ അല്ലേ. ഈ V1 V2മായിട്ടുണ്ട് ബന്ധം, V3യുമായിട്ടൊരു ബന്ധമുണ്ട്. ഓക്കെ, ഇനി ആരൊക്കെയുണ്ട്, V5ഉം ഉണ്ട്, V4. കാരണം V1ന് ആരുമായിട്ടൊക്കെ എഡ്ജസ് ഉണ്ടാവണം, ബാക്കിയുള്ള എല്ലാവരുമായിട്ട് എഡ്ജസ് ക്രിയേറ്റ് ചെയ്തിരിക്കണം V1, കാരണം കംപ്ലീറ്റ് ആയതുകൊണ്ട്. അപ്പോൾ V1ന് ഇപ്പോൾ ഓൾറെഡി V2 ആയിട്ടൊരു ബന്ധമായി, V1ന് നേരെ V3 ആയിട്ടൊരു ബന്ധമായി. ഇനി ഒരു സാധനങ്ങളുള്ളത് V4ഉം V5ഉം. ഈ V4 ഇതിനടുത്ത് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോവാണ്. V4ൻ്റെ കാര്യം എടുക്കുകയാണ് ഞാൻ. ഈ V4 ഇതിനകത്ത് വന്നാൽ എന്ത് സംഭവിക്കും, V4 ഇതിനകത്തോ ഒക്കെ എവിടെയൊക്കെ വരാം, ഇൻറ്റീരിയറിനകത്ത് വരാം, എക്സ്റ്റീരിയറിനകത്ത് വരാം, പിന്നെ ഓൺ ദ സർഫസിനകത്ത് വരാം, ഇവിടെ എവിടെയെങ്കിലും വരാം. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്, സിൻസ് V4 does not lie on C, it must either lie in int C or in ext C. അപ്പോൾ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നത്, നമ്മളെടുത്ത സൈക്കിൾ എന്ന് പറയുന്നത് V1 V2 V3 V1 ആണ്. ഈ സൈക്കിളിനകത്ത് ആരില്ല, V4 ഇല്ല. അപ്പോൾ ഈ V4ന് 3 സ്ഥലങ്ങളിൽ വരാമായിരുന്നു. എവിടെയൊക്കെ വരാം, ഈ അകത്ത് വരാം, പിന്നെ ഇതിൻ്റെ പുറത്ത് വരാം, ഇനി ഇതിൻ്റെ പുറത്ത് വരാം. ഈ 3 സ്ഥലങ്ങളിൽ ഈ V4നും അതിന് V4ൻ്റെ കാര്യം പറയുകയാണെ, V4ന് വരാം. ഒന്നുകിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഈ കർവിൻ്റെ പുറത്ത് വരാം, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തും വരാം. ഇപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഈ സൈക്കിളിനകത്ത് നമ്മളെടുത്ത സൈക്കിളിൽ V1 V2 V3 V1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ V4 എവിടെ വരത്തില്ല, ആ ഓൺ സീനകത്ത് അല്ലെങ്കിൽ ആ ജോർദാൻ കർവിനകത്ത് വരത്തില്ല. അപ്പോൾ ഈ V4 എന്നുള്ള സാധനം ഇതിനകത്തും വരാം, പുറത്തും വരാം, എക്സ്റ്റ് സിയിലോ അല്ലെങ്കിൽ ഇൻഡ് സിയിലോ വരാം. ലെറ്റ് us suppose that V4 is int C. നമ്മൾ വിചാരിക്കുന്നു V4 ഇവിടെയാണ് കിടക്കുന്നതായിരിക്കും.
V4 ഇവിടെ കിടക്കുന്നു വിചാരിക്കുക. അപ്പോൾ V4ന് യഥാർത്ഥത്തിൽ എവിടെയൊക്കെ വരാമായിരുന്നു? ഇൻറ്റീരിയറിനകത്ത് വരാം, എക്സ്റ്റീരിയറിനകത്ത് വരാം, പിന്നെ ഓൺ ദി കർവിനകത്തും വരാം. അപ്പം നമ്മൾ ഓൺ ദ കർവിനകത്ത് വരാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത സൈക്കിൾ എന്ന് പറയുന്നത് V1 V2 V3 V1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓൺ ദ സർക്കിൾ അല്ലെങ്കിൽ ഓൺ ദ സൈക്കിളിനകത്ത് ആരെ ഉൾപ്പെടുത്താത്തത്? V4ന് ഉൾപ്പെടുത്താത്തത്. നമ്മൾ ആ സൈക്കിളല്ലേ എടുത്തത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റീരിയറിനകത്തും V4 വരാം,